സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് ഒരു തീവണ്ടി യാത്രയിലാണ്. നമ്മുടെ സ്വന്തം പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. സുന്ദരമായ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ എത്തുക. 45 രൂപയാണ്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്രസ് ട്രെയിനാണ്. കോയമ്പത്തൂർ സെൻട്രലിൽ നിന്നാണ് ആ ട്രെയിൻ വരുന്നത്. നേരെ മംഗലാപുരത്തേക്കാണ് ആ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഞാൻ 3ാമത്തെ പ്ലാറ്റ്ഫോം നോക്കി നടന്നു. ദൂരെ നിന്നും നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഓരോ തിക്കും തിരക്കും കൂട്ടി കമ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ സീറ്റ് നമ്പറിന് വേണ്ടി ഓടിപ്പായുന്നു. റോഡിൽ മാത്രമല്ല റെയിൽവേ സ്റ്റേഷനും തിരക്കുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഹെഡ്ലൈറ്റ് മിന്നിച്ചേരുന്ന സ്വഭാവം ബസ്സുകാർക്കുണ്ട്. പക്ഷേ ട്രെയിൻ മിന്നിച്ച് തന്നില്ല. എന്തായാലും ചെറുതായിട്ടൊന്ന് മിന്നിച്ചിട്ടുണ്ട്. അത് ആരും കണ്ടാൽ എന്തോ ആവും. റോഡിനെക്കാട്ടിലും കൂടുതൽ തിരക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്. ആളുകൾ ഓടിക്കൂടുന്നു. സീറ്റിന് വേണ്ടിയിട്ടുള്ള നടത്തം തന്നെയാണ്. അങ്ങനെ പതിയെ ട്രെയിൻ നീങ്ങി തുടങ്ങി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും നല്ല ഒരു നാടും സ്വർഗവുമായ നമ്മുടെ സ്വന്തം പാലക്കാട് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് പാലക്കാട് തന്നെ. പതിയെ നമ്മുടെ പാലക്കാടിനെ പിന്നിലാക്കി ട്രെയിൻ മുന്നോട്ട് പതിയെ വേഗത്തിൽ കുതിക്കുകയാണ്. ഒരു ചരക്ക് തീവണ്ടിയാണ്. ഡീസലും പെട്രോളും ക്രൂഡ് ഓയിലും കൊണ്ടുപോകുന്ന ഒരു ചരക്ക് തീവണ്ടി. നമ്മൾ പോകാൻ വേണ്ടി ട്രാക്ക് മാറ്റി ഇട്ടിരിക്കുകയാണ് ആൾ. പാവം അല്ലേ? ഈ ചരക്ക് തീവണ്ടികൾക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ്. അങ്ങനെ പുഴകളും അരുവികളും കാടുകളും തെങ്ങിൻ തോപ്പുകളും പാടങ്ങളുമായി നമ്മുടെ പാലക്കാട് എന്തൊരു രസമാണ്, എന്തൊരു ഐശ്വര്യമാണ്. ട്രെയിനിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൻ്റെ സ്പീഡും. ഞാൻ ഇനി എന്തായിരിക്കും അവളോട് പറയുക? അത് എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലേ എന്തിനാണ് ഈ യാത്ര എന്നത്. ഞാൻ ഒരാളെ കാണാൻ വേണ്ടി ഷൊർണൂരിലേക്ക് പോവുകയാണ്. അതും നമ്മുടെ സ്വന്തം പാലക്കാട്ടിൽ നിന്ന്. ഒറ്റപ്പാലത്തുകാരിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇന്ന് എന്നോട് ഷൊർണൂരിലേക്ക് വരാൻ പറഞ്ഞു. നമ്മുടെ ഈ യാത്രയിൽ ഒരു കൂട്ടുകാരിയെ കൂടി എനിക്ക് കിട്ടി. പേര് മിസ്രിയ. കോഴിക്കോട്ടുകാരിയാണ്. എന്നെ ഭയങ്കര ഇഷ്ടമായി അവൾക്ക്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്നോട് എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പുഞ്ചിരി അവൾക്ക്. അപ്പോൾ അവസാനം നമ്മൾ നമ്മുടെ സ്വന്തം സ്റ്റേഷനായ ഷൊർണൂരിലെത്തി. ഇനിയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റും കഥകളും തുടങ്ങുന്നത്. വല്ലാതെ വിശക്കുന്നുണ്ട്. ആദ്യം പുറത്തേക്കുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. അവൾ ഇനി എവിടെയാണാവോ ഇരിക്കുന്നത്? എന്തോ ആദ്യം അന്വേഷിക്കണം. ഞാൻ വന്ന ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നിന്നിട്ടാണ് പോന്നിരുന്നത്. അതുപോലെ തന്നെ മിസ്രിയയും നിന്നിട്ടാണ് വന്നിരുന്നത്. എന്നോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും കൂടെ പോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ചിരി വന്നു. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഈ ചുമരിൽ ഒരു അർത്ഥം വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഉള്ള റെയിൽവേ. അപ്പോൾ നിങ്ങളെന്തായാലും റെയിൽവേയുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്നു. എനിക്ക് വിശക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്നും ചായയും ഇഡ്ഡലിയും നമുക്ക് കിട്ടും. പക്ഷേ ബഡ്ജറ്റ് കുറച്ച് കൂടും. അങ്ങനെ പുറത്തേക്കുള്ള യാത്രയിൽ ഞാൻ കുറച്ച് നേരം നിന്നു. എല്ലാവർക്കും ജീവിതത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. ഞാൻ വന്ന ട്രെയിനാണ്. പാവം കിതച്ച് മടുത്തു. അങ്ങനെ പടവുകൾ മുകളിലേക്ക് കയറി. ഞാൻ അവളെ ഒരുപാട് അവിടെ നോക്കി, പക്ഷെ കണ്ടില്ല.
എവിടെയായിരിക്കും? അല്ലെങ്കിൽ ഒന്നുകിൽ എന്നെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എവിടെയോ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കാം. ഇതൊക്കെയാണ് ശരിക്കും എൻ്റെ ജീവിതത്തിലെ ട്രാജഡികൾ. നമുക്ക് പോകേണ്ടത് വലതുവശത്തേക്കാണ്. ഞാൻ നമ്മുടെ സ്വന്തം ഷൊർണൂരിൻ്റെ കാഴ്ചകൾ ഒന്ന് കണ്ടു കുറച്ചു നേരം. ഞാൻ വന്ന ട്രെയിൻ അവിടെ ഒരു പാമ്പിനെ പോലെ കിടക്കുന്നു. അവിടെ TTR ആർക്കൊക്കെയോ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇനി പുറത്തേക്ക് പോകണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ അവളെ എവിടെയും ഞാൻ കണ്ടില്ല. വിശന്ന് കൊലവിളി നടത്തുന്നു. ഞാൻ അവസാനം ടിക്കറ്റ് എടുത്തു. ഇനി നേരെ നമ്മുടെ പാലക്കാട്ടേക്ക്. പക്ഷേ അവൾ എന്നെ പറ്റിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. 10 രൂപയാണ് ഇവിടെ നിന്നും പാലക്കാട്ടേക്ക്. ഇതാണ് എൻ്റെ ശരിക്കുമുള്ള പറ്റിക്കപ്പെടുന്ന ജീവിതം. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കരയുന്ന ഒരു കഴുത. എന്നെ കാത്ത് അവിടെ ട്രെയിൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇനി പോകാൻ വേറെ വഴികളൊന്നുമില്ലാതെ ഞാൻ മുകളിലേക്കുള്ള പടവുകൾ കയറി. നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആളുകൾക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എനിക്ക് മാത്രമാണോ മാറ്റങ്ങൾ വരാത്തത് എന്ന് പോലും ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോയി. ഇതാണ് ശരിക്കും എൻ്റെ റിയൽ ലൈഫ്. റെയിൽവേ സ്റ്റേഷൻ വൃത്തിയാക്കുന്ന ഒരു ചേച്ചി, പാവം, രാവിലെ തന്നെ നല്ല കഷ്ടപ്പാടാണ്. പക്ഷേ മെഷീനാണെങ്കിൽ പോലും നമ്മൾ കൂടി കുറച്ച് കഷ്ടപ്പെടേണ്ടതുണ്ട്. അങ്ങനെ കുറച്ച് കാഴ്ചകൾ ഞാൻ അവിടെ കണ്ടു. ഒരു കൊറ്റി സാവധാനം നടന്നു പോകുന്നു. ലഗേജ് ഒന്നുമില്ല. മൂപ്പർ എങ്ങോട്ടാണാവോ നടന്നു പോകുന്നത്. എന്നെ പോലെയുള്ളൊരു ജീവിതം തന്നെയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ നമ്മുടെ ഷൊർണൂർ സ്റ്റേഷനിൽ നിന്നും പതിയെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഞാൻ അവളെ ഒരു നോക്ക് കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അവൾ വന്നില്ല, കണ്ടില്ല. എന്തായിരിക്കും ഇത്? ശരിക്കും എന്നെ പറ്റിച്ചതാണോ? അതോ ഈ ട്രെയിനിൽ അവൾ ഉണ്ടായിരിക്കുമോ പാലക്കാട് വരെ എന്നോടൊപ്പം? എൻ്റെ ചിന്തകൾക്ക് ഒരു മാറ്റവുമില്ല. രാവിലെ ട്രാക്ക് ചെക്കിങ്ങിനായിട്ട് ഒരുപാട് ജോലിക്കാരുണ്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു മഹാസംഭവം തന്നെയാണ്. മണ്ണാർക്കാടിനെ പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ. ഈ യാത്രയിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി ഒരിക്കലും അവളെ കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും അവൾ അയക്കില്ല. അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ എവിടുന്നും കണ്ടു എന്ന് വരില്ല. അങ്ങനെ ട്രെയിനിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരുന്നു. എൻ്റെ മനസ്സിൻ്റെ താളവും തെറ്റി. ഒന്ന് ട്രാക്കിലേക്ക് ചാടിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ജോലിക്കാർ ചിലപ്പോൾ പെറുക്കിയെടുത്തേക്കാം. അതുമാത്രമല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ റെയിൽവേക്ക് നമ്മുടെ ബോഡി കിട്ടണമെങ്കിൽ അവർക്ക് ഒരു നിശ്ചിത തുക കൊടുക്കണം. അതിനും കൂടിയും എൻ്റെ കയ്യിൽ പൈസയില്ല. പ്രഭാതത്തിലെ ഒരു കാഴ്ച. പാലത്തിൻ്റെ അടിയിൽ നിന്ന് 2 പേർ വെള്ളമടിക്കുന്നു. പാവം, ഞാനും കൂടി ഇറങ്ങിയാലോ എന്ന് ചിന്തിച്ചു. പക്ഷേ ചിലപ്പോൾ അവൾ ഈ ബോഗിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇനി ആ നടന്നു പോകുന്നവൾ അവളായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റേതായ സങ്കടങ്ങളും കാഴ്ചകളിലേക്കും ഞാൻ ഒന്ന് എത്തി നോക്കുകയാണ്. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പാടത്ത് വൈക്കോൽ കറ്റകൾ അവിടെ പകുതി ചീഞ്ഞ് അളിഞ്ഞിരിക്കുന്നു. ആളുകൾ ജോലിക്ക് പോകുന്നു. ഇതാണ് ശരിക്കും നമ്മുടെ പാലക്കാട്. എത്ര സുന്ദരമാണല്ലേ! എന്നാലും സുന്ദരമായ മനസ്സിനെ പറ്റിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ എന്ന ഒറ്റ ഒരു ചിന്തയോടുകൂടിയാണ് ആളുകൾ ഇപ്പോൾ നടക്കുന്നത്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ബാക്കി കണ്ടാൽ മതി. അപ്പോഴേ കാറ്റിങ്ങനെ കൊള്ളുമ്പോഴേ നല്ല രസമാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ, അതായത് ഞാൻ ഈ ഷൊർണൂർക്ക് ട്രെയിനിൽ വരുമ്പോൾ ഒരാളും കൂടി എൻ്റെ അടുത്തുണ്ടായിരുന്നു. ശരിക്കും ആ ഓർമ്മയും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്.
അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയില്ല. പക്ഷെ നല്ല രസമാട്ടോ, ആരും ഇല്ലാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും ട്രെയിനിൽ സ്പീഡ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളൊക്കെ വെറുതെയാണ് ഈ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതൊക്കെ വെറുതെ. ഒരു മണ്ണാങ്കട്ടിയില്ല. ഇപ്പോഴത്തെ കാലഘട്ടം ഞാൻ പറഞ്ഞത്. സ്പീഡ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അടുത്തത് ഒറ്റപ്പാലം എന്തായാലും നിർത്തും. ഒറ്റപ്പാലത്ത് ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇറങ്ങാനൊരു മടി. എൻ്റെ പള്ളി, ഞാനിവിടെ സൈഡിൻ്റെ സീറ്റിലാണ് ഇരിക്കുന്നത്. നല്ല രസമാണ് ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലം. പുഴയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങിയിരുന്നു. എന്തായാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണിച്ചു തന്നു. ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് അവിടെ. ആ ഏരിയയൊക്കെ ഞാൻ അവിടേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല കേട്ടോ. ഒരു 2006, 2007, 2008 അന്നൊക്കെ നമ്മൾ ഒറ്റപ്പാലത്തെ വലിയ സ്റ്റാറല്ലേ. ഇന്നല്ലേ ഇപ്പോൾ സ്റ്റാർ അല്ലാതെ ഇപ്പോൾ ഇന്ന് ഒരു കരിഗ്രഹമായിട്ട് നിൽക്കല്ലേ ഇപ്പോൾ. ഇന്നിപ്പോൾ ദുഃഖവെള്ളിയാണ്, ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ദുഃഖവെള്ളിക്ക് ഇപ്പോൾ ഓഫീസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, ആൾക്കാരും ഉണ്ടാവില്ല, അപ്പോൾ ഓട്ടോ ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ അങ്ങോട്ട് നീച്ച് പോകുന്നു ഞാൻ. എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന്. ഇതിപ്പോൾ എങ്ങനെ തുടങ്ങണമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നും അറിയാത്ത. ശരിക്കും ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ അത് പിന്നെ എന്താ അറിയോ, നമ്മൾ ചാടിക്കഴിഞ്ഞാൽ ഈ അബദ്ധത്തിൽ ഞാൻ വേറെ ഇൻഫർമേഷൻ കൂടി പറയാം. നമ്മൾ അധികം ഉള്ളവരൊക്കെ ഹിന്ദിക്കാരാണ് അധികം ഇരിക്കല്. അവർ ഈ ഡോറിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് അവർ യാത്ര ചെയ്യും. അധികം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. മലയാളികൾ അങ്ങനെ അധികം ഇരിക്കാറില്ല. അപ്പോൾ ഈ പെട്ടെന്ന് ഈ ട്രാക്ക് മാറുമ്പോൾ ഇത് പിന്നെ ട്രെയിനൊന്ന് ചാടുക കുലുങ്ങുക അങ്ങനെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് ചാടുമ്പോഴാണ് ആൾക്കാർ തെറിച്ച് വീഴുക. അങ്ങനെയൊക്കെ പ്രശ്നം വരാം. പിന്നെ ഏറ്റവും നല്ല യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രെയിൻ യാത്ര തന്നെയാണ്. അതിൻ്റെ ഒരു സുഖം വേറെയാണ്. ബസ്സിൽ പോണ മാതിരി അല്ല ശരിക്കും ട്രെയിനിൽ പോകുമ്പോൾ. ഈ സൗണ്ടും ആ കടപട പിന്നെ ആ ട്രെയിനിൻ്റെ ചൂളം വിളിയും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസം വേറെയാണ്. ഇപ്പോഴല്ലേ ഇലക്ട്രിക്കിൻ്റെ ഹോണായത്. മറ്റേത് പണ്ട് അങ്ങനെയല്ല, ചൂളം വിളിയിലും. പിന്നെ അതാണ്ടോ കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്നത്. ഭാരതപ്പുഴയിൽ മണൽ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടണവർ അവിടെ തടയണ കിട്ടുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റാനും മാറ്റപ്പെടുത്താനും വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് മാന്നന്നൂർ കേട്ടോ. മാന്നന്നൂർ സ്റ്റേഷനിൽ ഒന്നും ആൾക്കാരില്ല. അപ്പോൾ അവിടുന്ന് പച്ചക്കൊടി വീശിയപ്പോൾ ട്രെയിൻ ഹോണടിച്ചു മെല്ലെ പോവാണ്. ഓരോ ആൾക്കാരിലും ഓരോ സ്വഭാവമാണ്. എൻ്റെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവമില്ല, നിങ്ങളുടെ സ്വഭാവം എൻ്റെ ആവില്ല. പക്ഷേ എല്ലാവരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രം ആരുമില്ല. അത് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നമല്ല കേട്ടോ. എല്ലാവരും പറയും എൻ്റെ സ്വഭാവം ശരിയല്ല, ഈ ആൾ ശരിയല്ല. എന്ത് ശരിയല്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇവർ ശരിയാവാനുള്ളൊരു കാര്യം ഇവർ പറഞ്ഞു തരില്ല. ഒക്കെ അപ്പോൾ എല്ലാവരും പറയും ശരിയാവൂടാ, ഒക്കെ ശരിയാവും, ഒക്കെ നന്നാവൂടാ. എന്ത് നന്നാവണ്, എന്ത് ശരിയാവണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ശരിയാക്കി തരൂല്ല, ശരിയാവാനുള്ള വഴി പറഞ്ഞു തരൂല്ല. എന്നിട്ട് നമ്മളിങ്ങനെ നടക്കുക, അതായത് നമ്മളിങ്ങനെ തല പോയിഞ്ഞ് ആലോചിക്കുക എന്താണ് ഇതിനൊക്കെ പറയാന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അവര് പറഞ്ഞ മാതിരി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാവും. ഈ ഇതിൻ്റെ അടുത്തൊരു സൈഡിൽ ഒരാളും കൂടി ഇരിക്കാണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരും ഉണ്ടാവില്ല അല്ലേ ശരിക്കും. അങ്ങനെയൊന്നും ഇപ്പം ആരും വരില്ല കേട്ടോ. നമ്മുടെ മനസ്സറിഞ്ഞിട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ വിശ്വസിച്ചിട്ട് അവൻ ഒറ്റയ്ക്കാണ് ഇല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് ആരും വരില്ല. റെയിൽവേൻ്റെ ആൾക്കാർ ഇവിടെ പണിയിട്ടുണ്ട്. ഒരു വെയിൽ കൊണ്ട് ഈ നടക്കന്നെയും അവർക്ക് പണി. റെസ്റ്റ് ഉണ്ടാവും, പക്ഷെ നടക്കന്നെ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പണ്ട് ഈ ട്രെയിനിൽ
പിന്നെ കുട്ടിക്കാലത്ത് ചെക്കന്മാരിങ്ങനെ പറയും അന്നത്തെ കൂട്ടുകെട്ട് വളരെ അടിപൊളി കൂട്ടുകെട്ടായിരുന്നു. ഇപ്പോഴും കൂട്ടുകെട്ട് ഉണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ അത്ര അങ്ങോട്ട് ഇത് പോരാ. അപ്പോൾ കൂട്ടുകാർ പറയും ഇവിടെ എനിക്ക് ഒരു പണി കിട്ടി എന്ന് പറയും. അപ്പോൾ എന്ത് പണി വയ്ക്കും? അന്ന് പണി കിട്ടി എന്ന് പറയുമ്പോൾ ജോലി കിട്ടിയെന്നാണ്, ഇന്ന് പണി കിട്ടി എന്ന് പറയുമ്പോൾ പെട്ടുപോയതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് പണി? ട്രെയിനിൻ്റെ മുന്നിൽ ലൈറ്റ് പിടിച്ച് ഓടുക, 1,00,000 രൂപ ശമ്പളം ഉണ്ട് എന്ന് പറയും. അപ്പോൾ എല്ലാവരും വിശ്വസിക്കും, കാരണം അന്ന് അതൊരു കോമഡി ആയിരുന്നു. പക്ഷെ ഇന്ന് ആ കോമഡി അത്ര ആർക്കും അങ്ങോട്ട് പിന്നെ അന്നത്തെ കോമഡി എന്ന് പറഞ്ഞാൽ എന്താ കോമഡി എന്ന് എല്ലാം കോമഡി ആയിരുന്നു അന്ന്. ഇന്ന് കോമഡി അല്ല, ഇന്ന് ട്രാജഡിയാണ്. ട്രെയിനിന് സ്പീഡ് കൂടിയില്ല. ഈ സ്പീഡ് കൂടുമ്പോൾ വണ്ടി പോകി അങ്ങനെ എന്താ പറയുക ഭയങ്കര വൈബ്രേഷൻ വരും. അപ്പോഴാണ് നമ്മൾ തെറിച്ച് വീഴുക. നമ്മൾ പിടിക്കാതെ ഇരിക്കുമ്പോഴൊക്കെയാണ് പ്രശ്നം വരിക. ഞാൻ അങ്ങോട്ട് കാല് ബ്ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്, എന്നാലും വീണില്ല, പുറത്തേക്ക് പോവില്ല. പിന്നെ ഞാൻ പറയട്ടെ, ഞാനൊക്കെ പുറത്തേക്ക് പോയാൽ ആർക്കും ഇല്ല, എല്ലാവർക്കും ലാഭമാവും. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയുടെ 8:20 8:30 സൂര്യന് ഇപ്പം മണ്ണാർക്കാടൊക്കെ എന്താണാവോ അവസ്ഥ അല്ലേ? ആൾക്കാർ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, വന്നിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് രാവിലെ വരുമ്പോൾ ഒരു കൈനീട്ടം കിട്ടി, 20 റുപ്യ ഒരാൾ കയറി, അയാൾ 20 റുപ്യ തന്നു മണ്ണാർക്കാട് ടൗണിൽ ഇറങ്ങിയപ്പോൾ. അപ്പോൾ അവർ മഞ്ചേരിക്കത്രേ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോയമ്പത്തൂർക്കാണ് പറഞ്ഞു. എന്താ പോകണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ പോവാണ് പറഞ്ഞു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു കാര്യവുമില്ല. സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം, എൻ്റെ ശരിക്കുമുള്ള ഒരു ലൈഫ് ഇതാണ്. എല്ലാവരും എന്നെ പറ്റിക്കുന്നു വിശ്വാസത്തോടു കൂടി. അവൾ എന്നെ പറ്റിച്ച പോലെ ഞാൻ എൻ്റെ പാലക്കാടിനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാലോ? എത്ര സുന്ദരമാണ് എൻ്റെ നാട്. അന്ന് ഞാൻ പോകുമ്പോൾ ഞാനും അവളും കൂടി ഈ സൈഡ് സീറ്റിലിരിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാൻ ശരിക്കുമുള്ള ആ ഇഷ്ടം കണ്ടു, അറിഞ്ഞു, മനസ്സിലാക്കി എന്ന് മാത്രം വേണം പറയാൻ. ഒറ്റപ്പാലെത്തിയിട്ടോ. ഒറ്റപ്പാലത്തുകാരിയോട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഒറ്റപ്പാലത്തുകാർ എന്തായാലും ഒറ്റപ്പാലത്തുള്ള ആൾക്കാർ ഇത് കാണട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബസ്സിന് വന്നിട്ട് ബസ് സ്റ്റാൻഡും കാര്യങ്ങളും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് പോകുന്നതാണ്. പ്ലാനിങ്ങൾ ഇങ്ങനെ മാറുക. എന്താല്ലേ ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു മനുഷ്യല്ലല്ലോ, ഇവരൊക്കെ എവിടെ പോയിന്ന് അറിയാത്ത. I wish you a happy journey. ഒറ്റപ്പാലം. ജോലിക്ക് പോണവരുണ്ട്, ജോലി കഴിഞ്ഞ് പോണവരുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ അതാണ് നമ്മുടെ മായന്നൂർ പാലട്ടോ. അവിടേക്കൊക്കെ ഒരു ദിവസം വരണം. അപ്പോൾ നമ്മൾ അടിയിക്കടല്ലേ പോണത്, ഇനി നമുക്ക് മുകളിൽ കൂടെ പോകണം. ഈ മായന്നൂർ പാലത്തിൻ്റെ അവിടെ പോയിട്ട് കുറേ കാര്യങ്ങൾ പറയാനും
സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയും. ശരിക്കും അത് എൻ്റെ ആണോ? അല്ല, ഒരിക്കലുമല്ല. അത് നിങ്ങളുടെ ചാനലാണ്. ശരിക്കും നിങ്ങൾ കണ്ടാൽ മാത്രമാണ് അത് വ്യൂസായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ എന്നെ തന്നെ കാണുമ്പോൾ അത് വ്യൂസായിട്ട് ഒരിക്കലും വരില്ല. ആ മുന്നിൽ പോണ ചക്കിൻ്റെ ചക്കി അമ്മാരി ചക്കിയല്ലേ, എന്ത് പവറാണ് മുന്നിലൊക്കെ. നമ്മളെ KSRTC പോലെയല്ല. പിന്നെ KSRTC ഇന്നലെ കുറേ ആൾക്കാർ വിനോദയാത്ര പോയിട്ട് 1780 രൂപ കൊടുത്തു ഒരാൾക്ക്. ഒരാൾക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു കപ്പാസിറ്റി സീറ്റിംഗ് ഫുള്ളായിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് പോയപ്പോൾ അവർ പകുതി വെച്ചിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് ബദലായിട്ടൊരു വണ്ടി കൂടി അവർ ചെയ്തു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ സർക്കാർ എത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞാൻ പറയുമ്പോൾ അവർക്കത് കിട്ടണം. ഞാൻ വരുമ്പോൾ KSRTC വന്നത്. ഇപ്പോൾ ഞാൻ കുറ്റം പറയാതല്ല. അത് മാത്രമല്ല, KSRTC വരുമ്പോൾ ഇവിടെ പനയമ്പാടോ അതേപോലെ 2-3 സ്ഥലത്ത് വളവുകൾ പിടിച്ചപ്പോൾ ഭയങ്കര ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു ലീഫിൻ്റെ പുഷ് പോയിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം അത് ഭയങ്കര അപകടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്ക് ഈ ഡ്രൈവർമാർക്ക് ഇതൊന്നും അറിയില്ല ശരിക്കും പറയട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്, പക്ഷേ അത് അവർക്ക് അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളും എന്താണെന്നുള്ളത് അവരെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എവിടെയാണ് എന്തൊക്കെയാണ് ബ്ലോക്ക് കാര്യങ്ങളോ, ഏതൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പോകേണ്ടതെന്നും കൂടി അവർക്കറിയാം. പക്ഷേ ഇതൊന്നും അറിയാതെ യാത്രക്കാർ, അതിൽ കുറേ ആൾക്കാരുണ്ട് ഞാൻ വന്ന ബസ്സിൽ. അവർ പകുതി ഉറക്കത്തിലാണ്. കാരണം 6 മണി 5:30 മണിയായിട്ടുള്ളപ്പോൾ ഇതൊന്നും അറിയാതെ ഇത് വളവുകൾ ഓടിക്കുമ്പോൾ ഭയങ്കര പൊട്ടൽ, കടകടകടകടയെന്നാണ് പൊട്ടുക. അപ്പം ബുഷ് പോയിരിക്കാനാ ചാൻസ്. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെയൊക്കെയാണ് എനിക്ക് പേടി. കാരണം നമുക്ക് പേടിയായി. കാരണം എന്തെങ്കിലും ഇനി മരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലേ, ഇത് കൈയും കാലും ഒടിഞ്ഞ് എവിടെയെങ്കിലും കിടക്കും. മറ്റുള്ളവർക്കും കൂടി അത് ബാധ്യതയാണ്. നമുക്ക് പാലക്കാട് ഇറങ്ങാം. എന്തായാലും പാലക്കാട് ഇറങ്ങിയിട്ട് അവിടുന്ന് എന്താണെന്നുള്ളത് നോക്കാം. ഇത് ഇപ്പം തന്നെ ഏകദേശം 1 മണിക്കൂറിൽ കാണേണ്ട സമയമായി തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങനത്തെ എൻ്റെ ഓർമ്മകളെ പറ്റി പറയാൻ വന്നതല്ലേ, ഇതന്നെ എൻ്റെ ഓർമ്മകൾ. ഞാനിങ്ങനെ ഓർക്കണമെന്ന് മാത്രം, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പറയണമെന്ന്. ഇതന്നെ നിങ്ങളുടെ ഇന്ത്യയും ഒക്കെ കാര്യം. ഈ കാണുന്നവരെയും കേൾക്കുന്നവരെയും നല്ലൊരു നാടാട്ടോ ശരിക്കും പാലക്കാട്. ആ പാലക്കാടിൽ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ട്. ഒഴിഞ്ഞു വരിക എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സ് മാറുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് മൊത്തത്തിലങ്ങോട്ട് പോകും. അപ്പോൾ ഭാരതപ്പുഴയൊക്കെ വിട്ടു പോകുന്നുണ്ടോ. ഇനി കൂടുതൽ എന്താ പറയുക, നെൽപ്പാടങ്ങളാണ് അധികം. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, നമ്മുടെ KSRTC സർക്കാർ ബസ് പോലെ അല്ല ട്രെയിൻ കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ ബോഗിയുടെ ഏറ്റവും പുറകു വശത്ത് 2 പോലീസുകാരുണ്ട്. അതായത് RPFൻ്റെ പോലീസുകാരുണ്ട്, റെയിൽവേ പോലീസ്. അവർ സ്വയം അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സമയവും എനി ടൈം അവർ നമുക്ക് പ്രൊട്ടക്ഷൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മൾ മെയിനായിട്ട് നമ്മൾ അപകടപ്പെടുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇന്ത്യൻ റെയിൽവേനെ അപകടപ്പെടുത്തുന്നുണ്ടോ എന്നും കൂടി നോക്കാനുള്ളൊരു ചുമതല കൂടി അവർക്കുണ്ടത്. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എങ്ങോട്ടാണോ യാത്ര ചെയ്യുന്നത്, ആ യാത്രയെക്കുറിച്ച് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് അവസാനം ലക്കിടി എത്തി.
ഇവിടെ ഈ ലക്കിടി എന്ന് കൊടുത്തത് ലഡി ഐ ആ കൊടുത്തത്. ശരിക്ക് DI ആണ് കൊടുക്കേണ്ടത്. അത് ഇന്ത്യൻ റെയിൽവേയുടെ ഇതായിരിക്കാം, ഓരോർക്ക് ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അന്ന് വന്നതും ഇതേ ട്രെയിനിൽ തന്നെ ആയിരുന്നു കേട്ടോ. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തിയിടും. അന്ന് മഴക്കാലമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തിരുന്നു. ഇന്ന് മഴക്കാലമല്ല, ഇന്ന് വേനൽക്കാലമാണ്. അപ്പോൾ കാലങ്ങൾ ഒരുപാട് മാറിപ്പോയി. മഴക്കാലത്ത് അന്ന് ആളുണ്ടായിരുന്നു, ഇന്ന് വേനൽക്കാലത്ത് ആരുമില്ല. അപ്പോൾ ലക്കിടിയിൽ നിന്ന് മെല്ലെ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം പഴയതിനെ കുറിച്ചിട്ട് ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ ഒക്കെ പുതിയതായിട്ട് എന്താണ് ഉണ്ടാവുന്നത്. പുതിയതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഭൂമി കുലുങ്ങണം, അല്ലെങ്കിൽ പിന്നെ ഭൂമി പൊട്ടിത്തെറിക്കണം, ഇല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളിൽ പോയിട്ട് മനുഷ്യൻ കുടിയേറി പാർക്കണത് കാണണം. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയ കാര്യങ്ങൾ അവിടെ ഇരുന്നോട്ടെ. ഈ പണ്ട് നമ്മൾ ഈ നാരായം പറയില്ലേ, ഈ നെല്ലളക്കാനും അരി അളക്കാനും ഇതിനൊക്കെ നാരായം. ഇപ്പോൾ നാരായം ഉണ്ടോ? ഒന്നും വേണ്ട. ഇപ്പം നാരായണൻ എന്നുള്ള പേരും കൂടിയും ഇല്ല. അപ്പം നാരായണ എന്നും കൂടിയും ആരും വിളിക്കില്ല. പാലം കടക്കോളം നാരായണ, പാലം കടന്നാലോ കൂരായണ എന്ന് പറയുന്നത്. അതിനും കൂടി ഇപ്പോൾ ഭാവം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലക്കിടി സ്റ്റേഷൻ കഴിഞ്ഞ് ഇനി അടുത്തത് പോണത് ഇനി അടുത്ത സ്റ്റോപ്പ് മെയിനായിട്ട് വരുന്നത് പാലക്കാട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഏകദേശം 2006 ശേഷം പിന്നെ ഞാൻ പോണ്ടിച്ചേരിക്ക് പോകണ്ടായി. പക്ഷെ അത് അന്നൊന്നും വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് അതിനെപ്പറ്റി അറിവില്ലായ്മയല്ല, പക്ഷെ അന്ന് അത്ര കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതാണ് ലക്കിടി. ഇവിടെയൊക്കെ വരണ ഒരു ദിവസം എന്തായാലും ലക്കിടിയൊക്കെ കാണണം. നിങ്ങൾക്ക് ലക്കിടി പാലക്കാട് ജില്ലയും പാലക്കാട് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാണാൻ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ട്രെയിനിൽ പോകുമ്പോൾ ആസ്വദിക്കുന്ന ഒരു സ്ഥലം കൂടി ഒറ്റപ്പാലം കഴിഞ്ഞാൽ പിന്നെ ഈ പാലക്കാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഷട്ടർ താത്തും. എന്താലേ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയും കൂടിയാണ്. അതാ കാണുന്നുണ്ടോ? അതൊക്കെ എന്താ അറിയോ, അടിയിൽ പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ ഒരു സെറ്റപ്പാണ് അതൊക്കെ. അതൊക്കെ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതൊക്കെ റെയിൽവേൻ്റെ ആൾക്കാരെ തന്നെ ചോദിച്ചാലേ പറഞ്ഞ് മനസ്സിലാകുള്ളൂ. അത് നമ്മൾ പോകുന്നതൊക്കെ പറഞ്ഞു മാത്രം. പാലക്കാട്ടിൽ നിന്ന് ഷൊർണൂർക്ക് 45 കിലോമീറ്ററാണ്. അതായത് റെയിൽവേ വഴി. റോഡ് വഴി ഏകദേശം 50 കിലോമീറ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏതോ ഒരു പ്രാന്തം നടന്നു പോകുന്നുണ്ടാവും. അവരെ നടത്തം കണ്ടു കഴിഞ്ഞാൽ അത്ര പന്തിയല്ല തോന്നുന്നുണ്ട്. ചിലപ്പോൾ അയൽവാസികളാവാം. അവൻ്റെ കയ്യാട്ടിൽ അത്ര കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ചിലവരുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പോഴൊക്കെ ഈ ചെറുപ്പക്കാരായ ആൾക്കാരെ ഒക്കെ ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പം എന്തിനും കൂലിപ്പണിയും കൂടി ഇല്ല ശരിക്ക്. അതും കൂടി ഇപ്പോൾ ബംഗാളികൾ ഏറ്റെടുത്തിട്ടാണ്. അപ്പോൾ പിന്നെ മലയാളികളായ പിന്നെ ആൾക്കാർക്ക് എങ്ങനെ പണി ഉണ്ടാവും? അത് മാത്രമല്ലേ, ഇപ്പോൾ പൊതുവെ മലയാളിക്ക് മടിയാണ് പണിയെടുക്കാൻ. വെയിലുണ്ട്, മടിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? ഇപ്പം ഞാനായാലും നമുക്ക് മടി തന്നെയാണ്. കാരണം നമ്മൾ മടി പിടിച്ച് കിടക്കുമ്പോൾ അവരെ കൂട്ടത്തിൽ കൂടുമ്പോൾ നമുക്ക് മടി തന്നെ പോയി. ഒരു 100 തക്കാളിയിൽ ഒരു തക്കാളി ചീഞ്ഞാൽ ബാക്കിയുള്ള തക്കാളിയൊക്കെ ചീഞ്ഞു കൊണ്ടിരിക്കുക, അല്ലാതെ നന്നാവുമല്ലോ. അതാണ് ഈ മൈദ. അപ്പോൾ ഇനി നേരെ പാലക്കാടിക്കാണ്. അത് വരുമ്പോൾ കാണും. മങ്കരയിൽ നിന്ന് നമ്മൾ പോകട്ടോ.
മങ്കരയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പുറത്തെ സൈഡ് നല്ല അടിപൊളി വിശാലമായിട്ടുള്ള പിന്നെ പാടങ്ങളാണ്. ഇവിടേക്ക് ഈ കാട് പിടിച്ച് കിടക്കൊണ്ട് കാര്യമായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ തെങ്ങും തോട്ടം വിശാലമായിട്ടുള്ള പാടാണ് അധികം, തലയ്ക്ക് ഫുൾ പാടാണ്. അപ്പോളേ ഞാൻ ഈ ട്രെയിൻ യാത്രയിലൊരു കാര്യം പറയാം. നമ്മൾ റോഡിൽ ഇപ്പോൾ ഞാൻ കൂടുതൽ റോഡിൻ്റെ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പക്ഷെ ഇപ്പോൾ ഈ യാത്രയിൽ ഒരാൾ പോലും ഇല്ലെങ്കിൽ ഒരു വണ്ടിയെങ്കിലും ഈ ട്രെയിനിൻ്റെ നേരെ വരികയെ സൈഡിൽ കൂടെ പോവേ തട്ടി പോവേ ഇല്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കി പോവേ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതെന്താണ് ഇവർ ട്രെയിനിൻ്റെ അടുത്തേക്ക് വരാത്തത്? അതെന്താന്ന് മാത്രം എനിക്കറിയില്ല. അപ്പോൾ ഇതിക്കിടയ്ക്ക് ആൾക്കാർ നടക്കുന്നുണ്ട് ചില സമയത്തൊക്കെ ആൾക്കാർ. പക്ഷെ അധികം ആൾക്കാർ റെയിൽവേൻ്റേതായിട്ടുള്ള ആൾക്കാർ ചെക്കിങ്ങും ട്രാക്ക് ചെക്കിങ് അതേപോലെ ഓരോരോ ഉദ്യോഗസ്ഥന്മാർ നടന്നു പോകണ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരെന്താണ് പോലെ പിന്നെ ഈ ട്രെയിനിൻ്റെ നേരെ ഒന്നും വരാത്തത്. അപ്പോൾ അവർക്ക് ബോധമുണ്ട്, അപ്പം നല്ല ബുദ്ധിയുണ്ട്. കാരണം ഇത് ആരുടെ അവർക്കറിയാം. അതാണ് ഇവരാരും വരാത്തത്. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധവും വിവരമൊക്കെ ഉണ്ട്. പക്ഷേ അവർ റോഡിൽ എന്ത് തെമ്മാടുത്തത് അവർക്ക് ചെയ്യാം. KSRTCക്ക് നേരെ കല്ലെറിയാൻ പോകാനും വണ്ടി തടുക്കാനും പ്രൈവറ്റ് ബസ് നേരെ അടിപിടി ഉണ്ടാക്കാനും ഓട്ടോറിക്ഷകൾക്ക് പിന്നെ നേരെ കല്ലെറിയാനും അങ്ങനെ ഓരോ കച്ചറക്കായിട്ട് നടക്കുകയാണ് റോഡിൽ നമ്മുടെ ആൾക്കാർ. ഇവർക്കൊന്നും സമാധാനപരമായിട്ടൊന്നും ഇവർക്ക് നടക്കാൻ കഴിയില്ല പോലെ. അതൊക്കെ ഞാനങ്ങനെ ആലോചിക്കണം. ഓരോ ദിവസം ഓരോ വണ്ടിയായിട്ട് നമ്മൾ ദിവസം റോഡിൽ കാണുന്നതാണ്. എന്ത് ലോകമാണിത്? അല്ല അറിയാണ്ട് ചോദിക്കുകയാണ്. അവനവൻ്റെ വഴിക്ക് പോയാൽ പോരെ, നല്ല അവനവൻ്റെ ട്രാക്കിൽ പോവുക. അപ്പോൾ ഈ ട്രെയിൻ ഇപ്പോൾ എത്രത്തോളം ട്രാക്ക് മാറിയിട്ടാണ് പോണത്, എന്നാലും അതിൻ്റേതായ ഒരു ഒതുക്കത്തിലാണ് പോണത്. അപ്പോൾ നമുക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാനും കഴിയാഞ്ഞിട്ടല്ലേ നമ്മൾ അത്ര മതി. അപ്പോൾ മെയിനായിട്ട് ഈ റോഡിൽ കാണുന്നത് അറിയോ, എൻ്റെ മുന്നിൽ ഓൻ പോകണ്ട, ഓനക്ക് ഞാൻ സൈഡ് കൊടുക്കൂല. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്, കാറും ബൈക്കും എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ എന്താ പറയുള്ളൂ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി എവിടുന്ന് തല്ല് വാങ്ങാൻ പറ്റുമോ അവിടുന്നൊക്കെ നമ്മൾ വാങ്ങുക. എന്നിട്ട് വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. ഇനിയുള്ള വഴി അതന്നെ ഉള്ളൂ. അല്ലാതെ കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ കൊണ്ടും കൊടുത്തുകയല്ല അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് നല്ല രീതിയിൽ പിന്നെ ഈ റോഡിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പോവുക. ട്രെയിൻ എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും കേൾക്കാൻ പറയാനൊന്നുമില്ല. അപ്പോൾ പാലക്കാട് എത്തിയിട്ട് ഇനി അവിടുന്ന് കോയമ്പത്തൂർക്ക് പോകണമെന്നാണ് പൂതി. കോയമ്പത്തൂർക്കുള്ള ബസ് പോയോ എന്തോ. പിന്നെയും പറ്റിക്കപ്പെടാനായിട്ടുള്ള ഒരു ജന്മം. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം നാടായ പാലക്കാട്ടിലേക്ക് ഞാൻ ചിറ്റൂർ ഫാസ്റ്റിലാണ് തിരിച്ചു വന്നത്, നമ്മുടെ സ്വന്തം ആഷിക്കിനൊപ്പം. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ പ്രേരിപ്പിച്ചതിന് പേടിപ്പിച്ചതിന്